കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനം വഹിച്ച പങ്ക് അളവറ്റതാണ്. ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരെ ഒന്നിപ്പിക്കാനായിരുന്നു ഗുരുവിന്റെ സന്ദേശം. എന്നാൽ ഇന്ന് ആ പ്രസ്ഥാനത്തിന്റെ പ്രധാന സംഘടനയായ SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് ഉയരുന്ന ചില രാഷ്ട്രീയ പ്രസ്താവനകൾ ഗുരുവിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമാണോ എന്ന ചോദ്യം ശക്തമാവുകയാണ്. മുസ്ലിം ലീഗിനെതിരായ വിമർശനങ്ങൾ പുതിയ കാര്യമല്ല എങ്കിലും സമീപകാലത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശങ്ങളും SNDP മുഖപത്രത്തിലെ എഡിറ്റോറിയലും കേരളത്തിലെ മതസൗഹാർദ്ദ ചർച്ചകളെ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുന്നത് ജനാധിപത്യ അവകാശമാണ്. എന്നാൽ ആ വിമർശനം ഒരു സമുദായത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഭയങ്ങളും വളർത്തുന്ന രീതിയിലേക്ക് നീങ്ങുമ്പോൾ അത് സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ വിഷയമായി മാറും. മുസ്ലിം ലീഗിനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളുടെ കേന്ദ്രത്തിൽ രാഷ്ട്രീയ പ്രാതിനിധ്യവും അധികാര പങ്കിടലുമാണ്. പിന്നാക്കം സമുദായങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നും മതാധിഷ്ഠിത രാഷ്ട്രീയ ശക്തികൾ അധികം സ്വാധീനം നേടുകയാണ് എന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ പ്രശ്നമുയർന്നത് ഈ വിമർശനങ്ങൾ പലപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കാൾ വലിയൊരു സമുദായത്തെ ലക്ഷ്യമിടുന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോഴാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുസ്ലിം ലീഗ് ഒരു അംഗീകൃത ജനാധിപത്യ പാർട്ടിയാണ്. അതിന്റെ നിലപാടുകളെ വിമർശിക്കാം, ചോദ്യം ചെയ്യാം. പക്ഷെ ഒരു പാർട്ടിക്കെതിരായ രാഷ്ട്രീയ വിമർശനം മുസ്ലിം സമൂഹത്തെക്കുറിച്ചുള്ള പൊതുവായ ആശങ്കകളാക്കി മാറ്റുന്നത് സമൂഹത്തിൽ അനാവശ്യ ഭിന്നതകൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ സാമൂഹിക പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്. ആ പാരമ്പര്യത്തിൽ നിന്നാണ് SNDP വളർന്നത്. അതിനാൽ SNDP നേതൃത്വത്തിൽ നിന്ന് വരുന്ന ഓരോ പ്രസ്താവനയും സാധാരണ രാഷ്ട്രീയ നേതാക്കളുടെ അഭിപ്രായങ്ങളെക്കാൾ കൂടുതൽ സാമൂഹിക പ്രതിഫലനം ഉണ്ടാക്കുന്നുണ്ട്. സമുദായങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഉന്നയിക്കുമ്പോഴും അത് മറ്റൊരു സമുദായത്തെ സംശയത്തിന്റെ കണ്ണിലൂടെ കാണുന്ന തരത്തിലാകരുത്. കാരണം ഗുരുവിന്റെ രാഷ്ട്രീയം മത്സരത്തിന്റേതല്ല, സഹവർത്തിന്റേതായിരുന്നു. കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലായിരുന്നു ഈ വിവാദങ്ങൾ ഉയർന്നത്. ഈ പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളെ പലരും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കണ്ടിരുന്നു. മുസ്ലിം ലീഗിനെയും UDF-നെയും അദ്ദേഹം ആവർത്തിച്ച് വിമർശിക്കുകയും വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹിക സംഘടനകൾ സമൂഹത്തിന്റെ അവകാശങ്ങൾക്കായി സംസാരിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അവ നേരിട്ട് രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ ഭാഗമാകുമ്പോൾ സംഘടനയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ വരെ ചോദ്യം ചെയ്യപ്പെടാം. കേരളത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്ന് മതസൗഹാർദ്ദമാണ്. പല സംഘർഷ സാധ്യതകളും ഉണ്ടായിട്ടും പൊതുസമൂഹം വലിയ തോതിൽ സഹിഷ്ണുതയും സഹവർത്തിത്വവും നിലനിർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുജീവിതത്തിലെ പ്രമുഖർ നടത്തുന്ന പ്രസ്താവനകൾക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. ഒരു സമുദായത്തെക്കുറിച്ചുള്ള ഭയമോ സംശയമോ വളർത്തുന്ന ഭാഷ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഗൗരവമുള്ളതായിരിക്കും. പ്രത്യേകിച്ച് യുവതലമുറ രാഷ്ട്രീയ സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം പരാമർശങ്ങൾ സാമൂഹിക അകലം വർദ്ധിപ്പിക്കാനും ഇടയാക്കും. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സംഘടനകളും ഇതു സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഏത് രാഷ്ട്രീയ പാർട്ടിയും വിമർശനത്തിന് അതീതരല്ല. അവരുടെ നയങ്ങളും പ്രവർത്തനങ്ങളും പൊതുചർച്ചയ്ക്ക് വിധേയമാവുകയും വേണം. എന്നാൽ ആ വിമർശനം വസ്തുതകളുടെയും നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ സ്വാധീനമുള്ള സാമൂഹിക നേതാക്കളിൽ ഒരാളാണ്. പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാനുള്ള അദ്ദേഹത്തിന്റെ അവകാശം ആരും നിഷേധിക്കുന്നുമില്ല. എന്നാൽ ആ പോരാട്ടം മറ്റൊരു സമുദായത്തെ സംശയത്തിന്റെയോ ഭയത്തിന്റെയോ പ്രതീകമാക്കി മാറ്റുന്ന തരത്തിൽ ആകുമ്പോഴാണ് പ്രശ്നം ഉടലെടുക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ പാരമ്പര്യം സംരക്ഷിക്കണമെങ്കിൽ വിഭജന രാഷ്ട്രീയത്തിന്റെ ഭാഷയല്ല, സംവാദത്തിന്റെയും സാമൂഹിക നീതിയുടെയും ഭാഷയാണ് ആവശ്യമായത്. കേരളം മുന്നോട്ട് പോകേണ്ട വഴിയും അതുതന്നെയാണ്.